മക്കളെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളോടാണ് പറയാനുള്ളത്. വഴക്ക് പറയുന്നു എങ്കിൽ അത് എന്തിനാണ് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണം. അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അനുവദിക്കാൻ ആവില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് എന്ന് ശാന്തമായി അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നറിയോ? നമ്മുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ കാണുന്നത്. എന്നാൽ മാതാപിതാക്കൾക്ക് കാണാൻ കഴിയാത്തതും വ്യക്തമല്ലാത്തതുമായ പലതും മക്കൾക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രായം കൂടുന്നതുകൊണ്ട് നമ്മൾ വിവേകിയായി തീരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അവരിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കണം. ഇവിടെ മക്കളുടെ തലമുറ ഒരു കാര്യം പറയുന്നു, മാതാപിതാക്കളുടെ തലമുറ മറ്റൊരു കാര്യം പറയുന്നു. അവർ തമ്മിൽ വലിയൊരു വിടവുണ്ട്. ഈ വിടവിനെ മാറ്റുവാൻ മാതാപിതാക്കളാണ് ശ്രമിക്കേണ്ടത്. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് സ്നേഹവും തുറന്നു പറച്ചിലുകളും കൂടെ ഇരുന്ന് വർത്തമാനം പറച്ചിലുകളും മാത്രമാണ്. വീട്ടില് ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ സ്നേഹം ലഭിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ നൽകുവാനാകും എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വഴക്കിനോ അല്ലെങ്കിൽ പിണക്കങ്ങൾക്കോ യാതൊരു പ്രസക്തിയില്ല. അല്ലാതെ മാതാപിതാക്കൾ തന്നെ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടും കേട്ടും കേടുവരുന്ന കുട്ടികളെയും കൊണ്ട് മനഃശാസ്ത്രജ്ഞന്മാരെ കാണാൻ പോകുന്ന അതേ മാതാപിതാക്കളോട് എന്താണ് നമ്മൾ പറയുക? ഈ ജോർജ് ഗുർജീഫ് അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഒരു വാചകം ചുമരിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പരസ്പരം കലഹിക്കുന്നവരാണെങ്കിൽ ദയവായി പുറത്തു പോവുക എന്ന്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പരസ്പരം സ്നേഹിക്കാം, എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് സംസാരിക്കാം, മക്കളുടെ മനസ്സിനെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം.